2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിന്നിട്ടും കോൺഗ്രസിന് ദേശീയ തലത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്ന പ്രതീക്ഷ അവർക്കില്ല. മാത്രമല്ല, നേതൃനിരയിൽ നിൽക്കേണ്ട സോണിയാഗാന്ധി സുരക്ഷിതമായ രാജ്യസഭയിലേക്ക് മാറുന്നു. രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിലെ അമേഠിയിൽ മത്സരിക്കുന്നതിനേക്കാൾ സുരക്ഷിതം കേരളത്തിൽ വന്ന് വയനാട്ടിൽ മത്സരിക്കുന്നതാണെന്ന് തിരിച്ചറിഞ്ഞു. ഇനി പ്രിയങ്ക ഗാന്ധി മത്സരരംഗത്തേക്ക് ഇറങ്ങാൻ തീരുമാനിക്കാത്തതിനാൽ അണികൾ വളരെയധികം ആശങ്കയിലുമാണ്. എന്നുവെച്ചാൽ ഗാന്ധി കുടുംബം വടക്കേ ഇന്ത്യയിൽ മത്സരിക്കുന്നതിൽ നിന്ന് തന്നെ ഏതാണ്ട് വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തെ തുടർന്ന് അമേഠിയിലേക്ക് രാഹുൽ ഗാന്ധി പിന്നീട് തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ല. അതായത് BJP സർക്കാർ വീണ്ടും ഒരിക്കൽ കൂടി കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുമെന്നതിനെ അഭിമുഖീകരിക്കാൻ മാനസികമായി തയ്യാറെടുക്കുകയാണ് സോണിയയും രാഹുലും പ്രിയങ്കയും എന്നൊക്കെ കോൺഗ്രസ് അണികൾ തന്നെ കരുതിയാൽ ആരെയും തെറ്റു പറയാനുമാവില്ല. നമുക്കറിയാം, 80 ലോക്സഭാ മണ്ഡലങ്ങളാണ് ഉത്തർപ്രദേശിലുള്ളത്. എല്ലാ കാലത്തും ഇവിടെ മികച്ച പ്രകടനം കാഴ്ചവെച്ചവരാണ് കേന്ദ്രത്തിൽ ഭരണം നേടിയിരുന്നത്. ഒരു കാലത്ത് UP എന്ന് പറഞ്ഞാൽ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ കുത്തക തന്നെയായിരുന്നു. അന്നൊക്കെ കേന്ദ്രം ഭരിച്ചതും മറ്റാരുമല്ല, ഈ കോൺഗ്രസ് തന്നെ. പിന്നീട് വ്യക്തമായ ഭൂരിപക്ഷം UP ആർക്കും നൽകാത്ത ഒരു സാഹചര്യമുണ്ടായി. ആ ഘട്ടത്തിലാണ് ഈ പറയുന്ന ദേവഗൗഡ, VP സിംഗ്, ചന്ദ്രശേഖർ തുടങ്ങിയ പ്രധാനമന്ത്രിമാരും ആടിയുലയുന്ന കേന്ദ്ര സർക്കാരുകളുമൊക്കെ രൂപീകരിക്കപ്പെട്ടത്. എന്നാൽ 2014 മുതൽ BJP ഉത്തർപ്രദേശിലെ 90% സീറ്റുകളിലും വിജയിക്കാൻ തുടങ്ങി. അതോടുകൂടി ഈ കേന്ദ്രത്തിലെ ഭരണവും BJP സ്വന്തമാക്കി. അങ്ങനെയാണ് മോദി സർക്കാർ ദേശീയ തലത്തിൽ ഏതാണ്ട് അവരുടെ അടിത്തറ ഊട്ടിയുറപ്പിച്ചത്. അപ്പോൾ ഉത്തർപ്രദേശിൽ കോൺഗ്രസിൻ്റെ ഇളകാത്ത കോട്ടയായിരുന്നു അമേഠിയും റായ്ബറേലിയും. നമുക്കറിയാം, ഇന്ദിരാഗാന്ധി, രാഹുൽ ഗാന്ധി, അതുപോലെ തന്നെ മുമ്പ് രാജീവ് ഗാന്ധി, ഇവരൊക്കെ തന്നെ അവിടെ മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട്. 2019 തെരഞ്ഞെടുപ്പിൽ റായ്ബറേലി മണ്ഡലത്തിൽ നിന്ന് സോണിയാഗാന്ധി ജയിച്ചിരുന്നു. എന്നാൽ അമേഠിയിൽ മത്സരിച്ച രാഹുൽ ഗാന്ധി അവിടെ പരാജയപ്പെട്ടു. BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ സ്മൃതി ഇറാനി വലിയ തരംഗമുണ്ടാക്കി, വലിയ ഓളമുണ്ടാക്കി. കാരണം 2014 അവർ രാഹുലിനോട് അവിടെ പരാജയപ്പെട്ടു. ഇതിനുശേഷം തുടർച്ചയായി മണ്ഡലത്തിലെത്തുകയും അവിടുത്തെ കാര്യങ്ങളിലൊക്കെ ഇടപെടുകയും ചെയ്തു. അങ്ങനെ അവർ വലിയൊരു ഇമേജ് ഉണ്ടാക്കുകയും നിലവിലെ MP ആയ രാഹുൽ ഗാന്ധി അവിടെ പരാജയപ്പെടുത്തുകയുമായിരുന്നു. അതായത് തുടർച്ചയായി അവർ ശ്രമം നടത്തി, ഒടുവിൽ അവിടെ വിജയം കണ്ടെത്തുകയും ചെയ്തു. ഉത്തർപ്രദേശിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചാലേ കേന്ദ്രത്തിൽ ഭരണം കിട്ടൂ എന്ന് ഉറപ്പുള്ളതിനാൽ നരേന്ദ്രമോദി അവിടെ തന്നെയാണ് മത്സരിക്കുന്നത്. അതായത് വാരണാസിയിൽ നിന്ന് മത്സരിച്ച് വിജയിക്കുക, അങ്ങനെ കൂടുതൽ MP മാരെ ഉത്തർപ്രദേശിൽ നിന്ന് സൃഷ്ടിക്കുക. ഇത് തന്നെയാണ് BJPയുടെ തന്ത്രവും. നിലവിൽ കേന്ദ്രമന്ത്രിയും ഇപ്പോൾ അമേഠി MP-യുമൊക്കെയായ സ്മൃതി ഇറാനി ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ തന്നെ വെല്ലുവിളിക്കുകയാണ്. അതായത് മുൻ ലോക്സഭാ മണ്ഡലമായ അമേഠിയിലേക്ക് വരുന്നുണ്ടോ, അല്ലെ അവിടെ നിന്ന് മാത്രം മത്സരിക്കാൻ ധൈര്യമുണ്ടോ എന്നൊക്കെയാണ് രാഹുലിനോട് ചോദിക്കുന്നത്. ഈ വെല്ലുവിളിക്കൊരു പ്രധാന കാരണമുണ്ട്. കാരണം 2019 തെരഞ്ഞെടുപ്പിൽ രാഹുലിനെ പരാജയപ്പെടുത്തി സ്മൃതി ഇറാനി ഇപ്പോഴും വീണ്ടും മത്സരരംഗത്തുണ്ടാകും. ഏതാണ്ട് ഉറപ്പാണ്. അമേഠിയിൽ ഇത്തവണയും സ്മൃതി ഇറാനി ആയിരിക്കും BJPയെ പ്രതിനിധീകരിക്കുക. അപ്പോൾ സിറ്റിംഗ് MP ആയ സ്മൃതി ഇറാനിക്ക് മണ്ഡലം നിലനിർത്തുക അത്ര എളുപ്പമല്ല. കാരണം കഴിഞ്ഞ 5 വർഷം അവരുടെ പ്രവർത്തനം കേന്ദ്രത്തിലായിരുന്നു. മന്ത്രി എന്ന നിലയിൽ മികച്ച പ്രകടനം നടത്തി. പക്ഷേ മണ്ഡലത്തിൽ അവർക്കുള്ള സ്വീകാര്യത കുറഞ്ഞു. മാത്രമല്ല, കേന്ദ്ര സർക്കാർ പാചകവാതകത്തിൻ്റെ വില വർദ്ധിപ്പിച്ചു. അതുപോലെ തന്നെ സാധാരണക്കാർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത നിരവധി വസ്തുക്കൾക്ക്, അവശ്യ വസ്തുക്കൾക്ക് ഉൾപ്പെടെ വില വർധന വരുത്തി. ഇതൊക്കെ തന്നെ ഈ മണ്ഡലത്തിലെ സാധാരണക്കാർക്കിടയിൽ വലിയ രോഷമുണ്ടാക്കി. അതായത് 2019 തെരഞ്ഞെടുപ്പിൽ ഈ സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തിയത് ഏതാണ്ട് 55,000-ഓളം വോട്ടുകളുടെ വ്യത്യാസത്തിലാണ്. ഇത്തവണ അത്തരത്തിൽ ഒരു അനുകൂല സാഹചര്യമല്ല അമേഠിയിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് രാഹുലിനെ ഇവർ ഒന്ന് വെല്ലുവിളിക്കുന്നത്. നിങ്ങൾ ഇവിടെ വീണ്ടും മത്സരിക്കാൻ വരുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രമുഖ മുഖം എന്ന നിലയിൽ അമേഠിയിലെ മത്സരം ഈ ദേശീയ ശ്രദ്ധയാകർഷിക്കും. അങ്ങനെ സംഭവിച്ചാൽ BJP നേതൃത്വം അവരുടെ എല്ലാ സന്നാഹങ്ങളുമായി ഈ മണ്ഡലത്തിലേക്ക് ഇറങ്ങും. അതുവഴി വിജയം നേടാനാകുമെന്നാണ് ഒരുപക്ഷെ സ്മൃതി ഇറാനി കണക്ക് കൂട്ടുക. അപ്പോൾ നിലവിലെ BJP വിരുദ്ധ വികാരം നിലനിൽക്കുന്നതിനാൽ 2019 ശേഷം രാഹുൽ ഗാന്ധി വീണ്ടും അമേഠിയിലേക്ക് എത്തുകയും ചെയ്തു. അപ്പോൾ ഈ സാഹചര്യത്തിൽ വീണ്ടും ഇവർ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിൻ്റെ അവസ്ഥ ഉണ്ടാകുമോ എന്ന് ദേശീയ തലത്തിലുള്ള നേതാക്കളും വീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാണ് ഭാരത് ജോഡോ യാത്രയിലൂടെ അമേഠിയിലേക്ക് രാഹുൽ ഒരു റീഎൻട്രി നടത്തിയത്. ദേശീയ നേതൃത്വം ഇതിനെ വളരെ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുകയും ചെയ്തു. കാരണം രാഹുൽ ഇവിടെ മത്സരിക്കാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. കാരണം കോൺഗ്രസിന് ഏറെ പ്രധാനപ്പെട്ട മണ്ഡലമാണ് അമേഠി. ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി ഇവരൊക്കെ തന്നെ ഈ മണ്ഡലത്തിൻ്റെ ഒരു വലിയ ഭാഗധേയം തന്നെയാണ്. ആ മത്സരങ്ങളുടെയൊക്കെ ഒരു ചരിത്രം ഓർമ്മപ്പെടുത്തി അണികളെ ഉണർത്താനായിട്ട് പാർട്ടിയുടെ ദേശീയ നേതൃത്വം ശ്രമിക്കുന്നുണ്ട്.
ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിലേക്കാണ് രാഹുൽ ഗാന്ധി വരുന്നതെങ്കിൽ അവിടെ CPIയുടെ ദേശീയ നേതാവായ ആനി രാജയാണ് എത്തുക. അപ്പോൾ വീണ്ടും മത്സരം കടുക്കും. അപ്പോൾ ഇവിടെ സ്മൃതി ഇറാനി ആണെങ്കിലും അവിടെ ആനി രാജയാണെങ്കിലും മത്സരം കടുക്കും. പക്ഷേ കേരളത്തിലേക്ക് എത്തുമ്പോൾ വയനാട്ടിൽ ലോക്സഭാ മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുണ്ട്, 7 നിയമസഭാ മണ്ഡലങ്ങൾ. അതിൽ തന്നെ മുസ്ലിം ലീഗിന് നിർണായകമായ സ്വാധീനമുള്ള മണ്ഡലമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഏതൊരു UDF സ്ഥാനാർത്ഥി നിന്നാലും ജയിക്കും എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമൊന്നും വേണ്ട. അതുകൊണ്ട് തന്നെ ഈ അമേഠിയിൽ മത്സരിച്ചാലും അതിനു പുറമെ വയനാട്ടിൽ കൂടെ രാഹുൽ ഗാന്ധി മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. അമേഠിയിലെ തോൽവിയിൽ ഭയന്ന് ഓടിപ്പോയ രാഹുലിന് ഇനി തിരിച്ചു വരാൻ ധൈര്യമുണ്ടോ എന്ന BJP നേതൃത്വത്തിൻ്റെ വെല്ലുവിളിയും എത്തിയതോടെ അമേഠിയിലേക്ക് മടങ്ങാൻ ഗാന്ധി കുടുംബം ഒരുപക്ഷെ തീരുമാനമെടുത്തേക്കും. കാരണം സോണിയാഗാന്ധി പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് ഇനിയൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ സുരക്ഷിതമായ രാജ്യസഭയിലേക്ക് അവർ എത്തി. അതായത് രാജസ്ഥാനിൽ നിന്ന് എതിരില്ലാതെ തന്നെ അവർ തിരഞ്ഞെടുക്കപ്പെടുന്നു. കൂടാതെ ഗാന്ധി കുടുംബം മത്സരരംഗത്തിറങ്ങാതെ വടക്കേ ഇന്ത്യയിൽ നിന്നൊന്ന് വിട്ടുനിന്നാൽ ഈ രാഷ്ട്രീയമായ തിരിച്ചടി ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം BJPക്ക് ഏതാണ്ട് ഒരു നിലം ഒരുക്കി കൊടുക്കുന്നതിന് തുല്യമാണ് ഈ ഒരു പ്രവണത എന്ന് പറയുന്നത്. മാത്രമല്ല പ്രിയങ്ക ഗാന്ധി ഓരോ തവണയും മത്സരിക്കുമെന്ന് അഭ്യൂഹങ്ങളുണ്ടെങ്കിലും ഇത്തവണ മത്സരരംഗത്തേക്ക് ഇറങ്ങുമെന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. അതിൻ്റെ സൂചനകളുമുണ്ട്. പക്ഷേ എവിടെയാണ് മത്സരിക്കുന്ന കാര്യത്തിൽ തീരുമാനമായില്ല. അതുകൊണ്ടാണ് ഒരു കാലത്ത് കോൺഗ്രസിനേറെ വേരോട്ടമുണ്ടായിരുന്ന ഉത്തർപ്രദേശിലെ റായ്ബറയിലേക്ക് എത്തണമെന്ന് ആവശ്യപ്പെടുന്നത്. പക്ഷേ പ്രിയങ്ക ഗാന്ധി ഇതുവരെ അതിനോട് പ്രതികരിച്ചിട്ടില്ല. കഴിഞ്ഞയാഴ്ച ഭാരത് ജോഡോ യാത്രയുമായി രാഹുൽ ഗാന്ധി ഈ അമേഠിയിലേക്ക് എത്തിയിരുന്നു. അപ്പോൾ അവിടെ വലിയ സ്വീകാര്യത ലഭിച്ചു എന്നാണ് ദേശീയ നേതൃത്വം വിലയിരുത്തുന്നത്. തൊഴിലില്ലായ്മ, കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ, മോദി ഭരണത്തിലെ പോരായ്മകൾ ഇതെല്ലാം എണ്ണി പറഞ്ഞ് വോട്ടർമാരോട് സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ അമേഠി പര്യടനത്തിൽ ഉടനീളം യുവാക്കളുടെ വലിയൊരു പിന്തുണ ലഭിച്ചു. ഇത് വോട്ടായി മാറിയാൽ വലിയ മാറ്റങ്ങൾക്കായിരിക്കും തുടക്കം കുറിക്കുക. മാത്രമല്ല കഴിഞ്ഞ തവണത്തെ സാഹചര്യമല്ല ഇക്കുറിയെന്ന് കോൺഗ്രസ് വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ സമാജ്വാദി പാർട്ടിയുമായുള്ള സഖ്യം അമേഠിയിൽ ഈ കോൺഗ്രസിന് ഗുണം ചെയ്യുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. അതേസമയം സോണിയാഗാന്ധി രാജ്യസഭാംഗമായതോടെ റായ്ബറയിലേക്ക് പ്രിയങ്ക ഗാന്ധി എത്തണമെന്ന ആവശ്യം വളരെയധികം ശക്തമാണ്. അപ്പോൾ പ്രചാരണത്തിന് ഞങ്ങൾ ഒരുക്കങ്ങൾ തുടങ്ങട്ടെ, ഞങ്ങൾ ഇവിടെ എല്ലാം റെഡിയാക്കട്ടെ എന്നൊക്കെ ചോദിച്ച് കോൺഗ്രസ് പ്രവർത്തകർ തയ്യാറായി നിൽക്കുക എന്ന് പറഞ്ഞാൽ UPയുടെ ആ പഴയ പ്രതാപം, കോൺഗ്രസിൻ്റെ പ്രതാപം തിരിച്ചു പിടിക്കാൻ അവർ തയ്യാറാണ്. പക്ഷേ പ്രിയങ്ക ഗാന്ധി അനുകൂലമായ ഒരു ഉത്തരം നൽകുന്നില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമാണെന്ന് വിശദീകരിക്കുന്നുമുണ്ട്. എന്നാൽ ഭാരത് ജോഡോ യാത്രയുമായി ഈ പറയുന്ന രാഹുൽ ഗാന്ധി റായ്ബറേലി പര്യടനത്തിൽ എത്തിയപ്പോൾ പ്രിയങ്ക അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പ്രിയങ്കയുടെ അസാന്നിധ്യം അവിടെ വലിയ ചർച്ചാ വിഷയമായി മാറി. ഇതിനിടയ്ക്കാണ് അമേഠിയുടെ മുൻ MPയും വയനാട്ടിലെയും അമേഠിയിലെയും ജനങ്ങളെയൊക്കെ അപമാനിച്ചതുമായ ആളാണ് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ് വീണ്ടും സ്മൃതി ഇറാനി വലിയ പ്രചരണവുമായി രംഗത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ അമേഠിയെ ദുരിതത്തിലാക്കിയത് രാഹുൽ ഗാന്ധിയാണ്. വെറും അധികാര കേന്ദ്രമായി മാത്രമാണ് രാഹുൽ ഗാന്ധി ഈ അമേഠിയെ കണക്കാക്കിയത്. അതുകൊണ്ടാണ് കഴിഞ്ഞ തവണ ജനങ്ങൾ പരാജയപ്പെടുത്തിയത്. ഈ രീതിയിലാണ് പറയുന്നത്. പക്ഷേ നമുക്കറിയാം ഉത്തർപ്രദേശ് BJPക്ക് വലിയ വേരോട്ടമുള്ള ഒരു സംസ്ഥാനമായി വളരെ പെട്ടെന്ന് മാറിയിരുന്നു. അമേഠിയിലെ ആളൊഴിഞ്ഞ തെരുവുകളാണ് രാഹുൽ ഗാന്ധിയെ സ്വീകരിച്ചതെന്നും ഈ പറയുന്ന അമേഠിയിലെ ജനങ്ങൾക്ക് വലിയ താല്പര്യമൊന്നും ഈ ഗാന്ധി കുടുംബത്തോട് ഇല്ലെന്നുമൊക്കെ ഈ സ്മൃതി ഇറാനി പറയുന്നുണ്ട്. അപ്പോൾ ഗാന്ധി കുടുംബം സീറ്റ് ഒഴിയുമെന്ന് ആരും കരുതിയില്ലെന്നും സ്മൃതി ഇറാനി രാഹുലിനെ പരിഹസിക്കുന്നു. സമാജ്വാദി പാർട്ടിയുടെ പിന്തുണയൊക്കെ കിട്ടിയാലും രാഹുൽ അമേഠിയിൽ ഭാഗ്യം പരീക്ഷിക്കുമെന്നത് കണ്ടു തന്നെ അറിയേണ്ട ഒരു കാര്യമാണ്. കൂടാതെ ഗാന്ധി കുടുംബത്തിൽ നിന്ന് ആരാണ് റായ്ബറേലിയിൽ മത്സരിക്കുന്നത് എന്നത് സംബന്ധിച്ചുള്ള അനിശ്ചിതത്വം ഇപ്പോഴും അവസാനിക്കുന്നില്ല. എന്തായാലും വടക്കേ ഇന്ത്യയിൽ മത്സരരംഗത്ത് നിന്ന് ഗാന്ധി കുടുംബാംഗങ്ങൾ മാറി നിൽക്കുന്നത് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെയും അണികളുടെയും ആത്മവിശ്വാസം പൂർണ്ണമായും തകർക്കുന്നതാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.